കാർഷിക മേഖലയ്ക്ക് പുറമെ മത്സ്യകൃഷിയിലും നാശം വിതച്ചിരിക്കുകയാണ് വേനൽച്ചൂട്. ഇടുക്കി കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ വിൽസൺ എന്ന കർഷകന്റെ 100 കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളാണ് കുളത്തിൽ ചത്തുപൊങ്ങിയത്. ഇക്കൊല്ലത്തെ കടുത്ത വേനൽ ഇടുക്കിയുടെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇതോടൊപ്പമാണ് ഇപ്പോൾ മത്സ്യകൃഷിയിലും വ്യാപകമായ നാശം സംഭവിക്കുന്നത്. അന്തരീക്ഷ താപനില ഉയരുന്നതോടെ കുളങ്ങളിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ്. കട്ടപ്പന വള്ളക്കടവ് കപ്പലുമാക്കൽ KJ വിൽസന്റെ മത്സ്യക്കുളത്തിലെ 100 കണക്കിന് മീനുകളാണ് ചത്തുപൊങ്ങിയത്. 3 മാസം മുമ്പ് ഫിഷറീസ് വകുപ്പ് നൽകിയ 12,000 ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറി പോണ്ടിൽ വിൽസൺ നിക്ഷേപിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം വിളവെടുക്കാനിരിക്കെയായിരുന്നു വേനൽ തിരിച്ചടിയായത്. ഒരു വളർച്ചയായി കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പം ഇതിനെടുത്ത് മേളത്തെ കുളത്തിലോട്ട് ഇടാനായിട്ട് ഇരുന്നായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ചൂട് കൂടിയിട്ട് വെള്ളം നമുക്ക് മാറാൻ പറ്റും, വെള്ളം പറ്റിപ്പോയി, വെള്ളം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങനെ ഒരു 100-100 എണ്ണം ഡെയിലി ഈ ചത്ത് പൊങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മൊത്തത്തിൽ ഒന്നിച്ച് പൊങ്ങിയത്. കൃഷിഭവന്റെ അവാർഡിന് വരെ അർഹനായ കർഷകനാണ് KJ വിൽസൺ. ഇക്കൊല്ലത്തെ കടുത്ത വേനലാണ് ഇദ്ദേഹത്തിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകിയത്. കുളങ്ങൾക്ക് പുറമെ പെരിയാറ്റിലും കഴിഞ്ഞ ദിവസം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. കാർഷിക വിളകൾക്ക് പുറമെ മത്സ്യകൃഷിയിലും ഉണ്ടാകുന്ന നാശം ഇടുക്കിയുടെ കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.